ഒരു ഗുസ്തി താരത്തിന് വേണ്ട ശരീരവലുപ്പമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ ശരീരം കൊണ്ട് നിനക്ക് ഗുസ്തിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ അയാൾ വാശിയോടെ പരിശീലനം തുടർന്നു. ആ ശ്രമങ്ങൾ അയാളെ 1948 ലക്നൗ ദേശീയ ഗെയിംസിലെത്തിച്ചു. തന്നേക്കാൾ വലുപ്പമുള്ള നിരഞ്ജൻ ദാസിനെ 3-0 അയാൾ മലർത്തിയടിച്ചു. ലണ്ടൻ ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യത നേടി. ലണ്ടനിലേക്ക് അയാൾ വിമാനം കയറുമ്പോൾ ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 വർഷം മാത്രം പ്രായമായ ഇന്ത്യക്ക് എന്ത് ചെയ്യാനാകും ഒളിമ്പിക്സിൽ? പൂഴിമണിൽ മാത്രം ഗുസ്തി അഭ്യസിച്ച അയാൾക്ക് ഒളിമ്പിക്സ് വേദിയെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവിടെ പങ്കെടുത്ത 42 ഗുസ്തിക്കാരിൽ 6ാമനായാണ് അയാൾ മടങ്ങിയത്. അതൊരു തുടക്കമായിരുന്നു. ഒളിമ്പിക്സ് താരമെന്ന പരിഗണനയൊന്നും നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അടുത്ത ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി പരിശീലനം തുടർന്നു. 1952 ഫിൻലൻഡിലെ ഹെൽസിങ്കി ഒളിമ്പിക്സ് ആദ്യ ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഇടം കിട്ടിയില്ല. പാട്യാല മഹാരാജാവിൻ്റെ പിന്തുണയോടെ ഒടുവിൽ ഇടം നേടി. ഒരുപാട് പരിമിതികളെ പിന്നിലാക്കി ആ ചെറിയ മനുഷ്യൻ ഹെൽസിങ്കിയിൽ വെങ്കല മെഡലോടെ ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ പുതുചരിത്രം പിറന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് മെഡലായിരുന്നു പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിപ്പേരുള്ള KD ജാദവ് ഇന്ത്യക്ക് വേണ്ടി അന്ന് നേടിയത്.